ഹായ്, ഞാൻ വ്ളോഗ് സൂപ്പർ സ്റ്റാർ ചാച്ചൻ. ഞാനിന്ന് വരാപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന മീനാണേ. തിലോപ്പിയുണ്ട്, അതുപോലെ തന്നെ സൂചിക്കുഴുവയുണ്ട്, അതുപോലെ തന്നെ പ്രോൺസ്, പിന്നെ പച്ച നങ്കാണ്. ഇതൊന്നും നമ്മുടെ പാലക്കാട് കിട്ടത്തില്ല, എങ്കിലും പച്ച നങ്ക്. ഇത്രയും മീനാണ് ഞാനിന്ന് വാങ്ങിച്ചേ. വെറൈറ്റി മീൻസ് ഇവിടെ ഉണ്ട്. നമ്മൾക്ക് വരാപ്പുഴയിൽ പോയി കഴിഞ്ഞാൽ ഏത് തരം മീൻ വേണമെങ്കിലും അവിടെ കിട്ടും. അപ്പോൾ ഞാനിന്ന് തിലോപ്പിയാണ് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് ലഞ്ചിന്. അപ്പോൾ സൂചിക്കുഴുവ കറിയും വെച്ചായിരുന്നു. സോ അപ്പോൾ നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് നമ്മളുടെ ആദ്യം ഒരെണ്ണം ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, നോക്കിയപ്പോൾ അതിന് സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം എടുത്ത് ഫ്രൈ ചെയ്യുകയാണെന്ന് എടുത്ത് പതുക്കെ രണ്ടാമത്തെയും എടുത്ത് വെച്ച് കുറച്ച് നേരം ചെറിയ തീയിലാണ് വയ്ക്കുന്നത്. എന്നൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനല്ല മറിച്ചിരുന്നത്, അമ്മയാണ് മറിച്ചിരുന്നത്. മറിച്ചിട്ട് കൊടുത്ത് കുറച്ചുകൂടെ വേവിച്ചെടുക്കാം. നമ്മൾ ആക്ച്വലി ഫുൾ ഫ്രൈ പോലെ ആക്കുന്നില്ല, സോഫ്റ്റായിട്ടുള്ള രീതിയിലാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഫുൾ ഫ്രൈ, ഹാർഡ് ഫ്രൈ അല്ല, നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ ഹാർഡ് ഫ്രൈ അല്ല, സോഫ്റ്റ്. അപ്പോൾ ഉച്ചകൊണ്ട് നമ്മൾ കുത്തിരി ചോറാണ് എപ്പോഴും എടുക്കാറ്. അതിൻ്റെ കൂടെ പൊള്ളിച്ച നമ്മളുടെ തിലോപ്പിയ മീനും മോനും മോൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് സൂചിക്കുഴുവയുടെ കറിയാണേ. പിന്നെ ഇച്ചിരി ചമ്മന്തിയും. ഇന്ന് വെജിറ്റബിൾസ് ഒന്നും വെച്ചില്ല, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കഴിക്കാൻ റെഡിയാവുകയാണ്. നമ്മൾ ഈ തേങ്ങ ചമ്മന്തി എന്ന് പറയുന്ന പാലക്കാടൻ സ്റ്റൈലിലുള്ള ചമ്മന്തിയാണ് വെക്കാറ് എപ്പോഴും. നമ്മൾ തേങ്ങ അരച്ച്, അതുപോലെ തന്നെ മീൻ നല്ല സോഫ്റ്റായിട്ടാണ്, നല്ല ഹാർഡായിട്ടല്ല, സോഫ്റ്റായിട്ട്. തേങ്ങാ ചമ്മന്തി എപ്പോഴും നമ്മുടെ പാലക്കാടൻ സ്റ്റൈലിലാണ് ഞങ്ങൾ വെക്കാറ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.